ഇനി മൈലേജ് കൂടും അല്ലേ? ഇനിയും കൂടും. ബുള്ളറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. കിക്കർ വളരെയധികം സ്മൂത്ത് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ AMT ഗിയർ ബോക്സ് ഉള്ള വണ്ടികളിൽ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യണത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. വണ്ടിയിൽ ഇങ്ങനെ ഒരു ജെർക്കിങ് വന്നുകൊണ്ടിരിക്കും. ആ ജെർക്കിങ് അങ്ങ് മാറും. പക്ഷേ ചതി മഞ്ചനി 3 തലമുറയായിട്ട് ഞങ്ങൾക്കില്ല. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ മലയാളി കണ്ടുപിടിച്ചാട്ടോ നാനോ ലൂബ്രിക്കൻ്റ് ഓയിൽ. നിൽക്കുന്ന ആളാണത്. ഇദ്ദേഹം സത്യം പറഞ്ഞാൽ 7 വർഷം കൊണ്ടാണ് ഈ ഒരു പരിപാടി കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പക്ഷേ ഈ ഒരു ഓയിൽ നമ്മുടെ വണ്ടിക്ക് ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ മൈലേജ്, അതേപോലെ തന്നെ വണ്ടിയുടെ പിക്കപ്പ് എല്ലാം മാറും അല്ലേ? എത്ര വർഷം കൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിയത്? നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 9 വർഷത്തോളമായി. പിന്നെ 7 വർഷമായി നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. പിന്നെ എന്തൊരു സാധനം കണ്ടുപിടിച്ചാലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ വിടാൻ പാടില്ല. കാരണം ഒരു മലയാളി കണ്ടുപിടിച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പ്രശ്നമുണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് നമുക്കങ്ങ് മാറ്റിയെടുക്കണം. അല്ല, ഇതെന്താ വിഷയം എന്നറിയോ? ഇപ്പം പല സുഹൃത്തുക്കളും വിചാരിക്കും, ഉദാഹരണത്തിന് എൻ്റെ വണ്ടി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ വണ്ടിയിൽ ഒഴിച്ചു. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഫുൾ ഒഴിക്കണ്ട, കുറച്ച് നമുക്ക് എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു അല്ലേ? ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? അതായത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചൂടാവാണ്ട് ഇത് സംരക്ഷിക്കും. ഓക്കെ. എഞ്ചിൻ ഓയിൽ ചൂടാവുന്നതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം. അത് തുടങ്ങണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ചട്ടിയിലിട്ട് ഓയിൽ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ പൊരിപ്പിൽ കണ്ടിട്ടില്ലേ? ഈ പൊരിപ്പിലിനെ നമ്മൾ വണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ലഡ്ജ് എന്ന് തന്നെ പറയണം. ഈ സാധനം നമ്മുടെ ടർബോ ജാമാക്കും, പിസ്റ്റൺ റിങ്സ് സ്റ്റക്കാക്കും, വണ്ടിക്ക് വലിയ അങ്ങ് കുറയും, വണ്ടിക്ക് മൈലേജ് കുറയും, ഓയിൽ ചിലവ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അതായത് തേയ്മാനം മൂലമല്ലാത്ത എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മുടെ നാനോ ലൂബിന് സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ കാര്യം, ഈ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹം ചില്ലറക്കാരനല്ല, ഇദ്ദേഹം ഒരു വലിയൊരു IT കമ്പനിയിൽ നല്ല ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. അസ്സലാമു അലൈക്കും. ഇത് എത്ര നാളെ മോനി പരിപാടിയായിട്ട്? 6-7 വർഷത്തോളമായി ആണല്ലേ? നിരന്തരം രാത്രി ഉറക്കമില്ല, ഊണില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും, നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കും. മിണ്ടില്ല, നമ്മുടെ അടുത്തൊന്നും പൊതുവെ എതിർത്ത് വർത്താനം പറയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നും, അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. ഇല്ലല്ലേ? അപ്പോൾ ചുരുക്കത്തിന് ഇതിനകത്തേക്ക് കൊണ്ട് ഓയിലൊഴിക്കും, അത് കൊണ്ട് ഒരു 40-40 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം വീണ്ടും കൊണ്ട് അത് കൊണ്ടുവന്നിട്ട് കരി ഓയിലിലേക്ക് തട്ടിക്കളയും. അങ്ങനെ തുടങ്ങി ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ അവസാനം പറഞ്ഞു, എനിക്ക് ഏതാണ്ടൊക്കെ ഒരു ഇത് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ മൂപ്പന ഇങ്ങനെ പറ്റുന്നുണ്ടോ. പക്ഷേ ചതി മഞ്ചനി 3 തലമുറയായിട്ട് ഞങ്ങൾക്കില്ല. അത് ഏറ്റവും വലിയ കാര്യം. എന്തായാലും അത് മാത്രമല്ല, ഇദ്ദേഹം ഈ വണ്ടിക്ക് ഒഴിച്ചിട്ട് പല ആളുകളും, പല യൂട്യൂബേഴ്സായ പല സുഹൃത്തുക്കളും ഇദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടായി. എന്നാലും ഇത് കണ്ടിട്ട് പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓയിലൊഴിക്കാൻ വരികയും അവരുടെ എക്സ്പീരിയൻസുകൾ നമുക്കിട്ട് നമ്മളിങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഇത് ഒഴിക്കുമോ എന്നുള്ളതാണ് പല സുഹൃത്തുക്കളുടെയും ഒരു സംശയം. ഒരു പണി ചെയ്യും, ഒരു സംശയം വേണ്ട, ആദ്യം എൻ്റെ വണ്ടിക്ക് തന്നെ ഒഴിച്ചു അല്ലേ? എൻ്റെ വണ്ടിയിൽ എന്തായാലും നമ്മൾ കുറച്ച് ഒഴിച്ചാലല്ല, നിങ്ങൾ അതിനെ പൊട്ടിച്ചോ. ഇനി എൻ്റെ വണ്ടിയിൽ ഒഴിച്ച് കാണിച്ചിട്ട് ബാക്കി നമ്മുടെ പ്രിയ സുഹൃത്ത് റഷാദ് വന്നിട്ടുണ്ട്. റഷാദ് ഒരു നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. റഷാദിൻ്റെ വണ്ടിയിൽ ഒഴിക്കും. പിന്നെ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് ഇതിനൊക്കെ ഒരു ഐ വിറ്റ്നസ് വേണമല്ലോ. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഈ ഒരു ഓയിലിനെ കുറിച്ച് പൂർണ്ണമായിട്ടുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ലിങ്ക് ഇടുകയും ചെയ്യാം. നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയോ. വരും, നമുക്ക് എന്തായാലും ആദ്യം എൻ്റെ വണ്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബോണറ്റ് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യും. ഇതുപോലെയുള്ള ഒരുപാട് ഇന്നോവേഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മലയാളി ചില്ലറക്കാരല്ലെന്നേ, മലയാളീനെ സപ്പോർട്ട് ചെയ്യണം. ബോണറ്റിൻ്റെ സ്വിച്ച് ഇവിടെ. ഓക്കെ. യെസ്, വെറും 3200 കിലോമീറ്റർ മാത്രമാണ് എൻ്റെ വണ്ടിക്ക് ഓടിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ഓയിൽ ആദ്യം ഒഴിച്ചതിന് ശേഷം സ്മൂത്ത് കിട്ടിയിട്ടാ പറയാൻ വയ്യ സുഹൃത്തെ. അന്ന് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു സ്മൂത്ത്നെസ്, ഒരു പിക്കപ്പ് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനീ കാണിക്കുന്നത് പല ആൾക്കാരും ചോദിക്കും, പുതിയ വണ്ടിക്ക് ഒഴിക്കണോ? പുതിയ വണ്ടിക്ക് ഒഴിക്കൂ, ആരെയും പേടിക്കണം, ഒഴിക്കൂ, ബിസ്മിൻ ചൊല്ലി അങ്ങോട്ട് ഒഴിക്കും. അല്ലോ ഉപ്പാ, ഇത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്ത് റഷാദ് വന്നിട്ടുണ്ട്. റഷാദിന് ഇനി മൈലേജ് കൂടും അല്ലേ? ഇനിയും കൂടും. ഇനിയും പിക്കപ്പ് കൂടും. ഒഴിച്ചോ, ധൈര്യപ്പെട്ട് ഒഴിച്ചോ. യെസ്. അല്ല, എന്താ അറിയോ, ചിലപ്പോൾ ഒരുപക്ഷെ വണ്ടി കിടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കും, പുതിയ വണ്ടിക്കൊക്കെ ഒഴിക്കണ ഇക്കാന്ന് ചോദിക്കും. ഇല്ല, ഇദ്ദേഹത്തിന് എനിക്ക് 100% കാര്യം. അത് ഉപ്പ പറഞ്ഞ പോലെ തന്നെ കള്ളത്തരോ വഞ്ചനോ ഒന്നുമില്ല. ഉപ്പ സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് അവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വിശ്വാസം. അടച്ചോ. ഇനി എന്തായാലും ഓയിൽ ഒഴിച്ചു. ഇനി എന്തായാലും നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ ആക്ച്വലി ഇനി ഇതിൻ്റെ അത് സംഭവിക്കുന്നത്?
ഇത് ഫ്രിക്ഷൻ നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു പതുങ്ങലുള്ളത്. അത് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് മൂപ്പര പറയണത്. അപ്പോൾ അത് നല്ല രീതിയിൽ അങ്ങ് മാറ്റം വരും. അതുപോലെ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യണത് നമുക്ക് ഈ AMT ഗിയർ ബോക്സ് ഉള്ള വണ്ടികളിൽ ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യണത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. വണ്ടിയിൽ ഇങ്ങനെ ഒരു ജെർക്കിങ് വന്നുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ജെർക്കിങ് അങ്ങ് മാറും. അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഞാനിത് എൻ്റെ വണ്ടിയിൽ ഒഴിച്ച് കാണിച്ചു. ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചാട്ടോ, പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞ ഫുള്ള് നിങ്ങൾ ഒഴിക്കേണ്ട, എന്തായാലും ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒഴിക്കണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും കുറച്ചൊഴിച്ചു. നമ്മുടെ ബുള്ളറ്റിൽ ഒഴിച്ചപ്പോൾ എന്താ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചത്? നമ്മുടെ യൂട്യൂബ് സുഹൃത്തിനോട് ചോദിച്ചേക്കാം. ബുള്ളറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. സ്റ്റാൻഡേർഡാണ്. പിന്നെ ഈ പറയുന്ന കിക്കർ വളരെയധികം സ്മൂത്ത് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഒന്ന് കാണിക്കും. കാരണം നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഒരു പക്ഷേ എന്താ പറയാ, ഇവിടെ ഒന്ന് കാണിച്ചേ. ആക്സിലേറ്റർ മാത്രം പിടിക്കരുത്. കാല് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അല്ല, ടൈറ്റ് ആയിരിക്കും. ബുള്ളറ്റ് വരണ്ടല്ലോ, വേറെ ബുള്ളറ്റ് നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് കിട്ടില്ല. ചലഞ്ച് ചെയ്യുന്നത് ഒന്നുകൂടെ നമ്മുടെ സുഹൃത്ത് പറയാണ് ബുള്ളറ്റിന് എന്തെങ്കിലും ടൈറ്റോ അങ്ങനെ. ഈ ബുള്ളറ്റിന് ആദ്യം ടൈറ്റ് ആയിരുന്നു. ബുള്ളറ്റിൽ കിക്കർ ഇത്ര സ്മൂത്ത് ആയിരുന്നില്ല. ആണല്ലേ? ഒന്ന് ആയിക്കോട്ടെ. പഴം പോലെ പോണത്, പഴം പോലെ. ഇത്ര സ്മൂത്ത് ആയിട്ട് വേറൊരു ബുള്ളറ്റും കിട്ടില്ല, ഉറപ്പില്ലായിരുന്നല്ലേ? കാരണം ഞാൻ തന്നെ ഇതിനു മുമ്പ് പല ബുള്ളറ്റുകളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അതുപോലെ എന്റെ ബുള്ളറ്റിന് എനിക്കറിയില്ല, ഞാൻ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത്രയും ഫ്രീ ആയിട്ട് കിക്കർ കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ്. ഇല്ല. വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഓൾമോസ്റ്റ് ഒരു 7 വർഷത്തോളമായി ഈ ഒരു ഓയിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രാത്രി ഉറക്കമില്ല, ജോലിക്ക് പോകും, ആരോടും മിണ്ടുന്നില്ല, എന്നിട്ടൊക്കെയാണ് മൂപ്പര് സാധനം ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഇക്കൂടത്തിലുണ്ട്. ഇദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം മാനേജ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്ര വണ്ടി കുഴിച്ചിട്ടുണ്ട്? നിയർ അബൌട്ട് 400 സാമ്പിൾ ടെസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു. ആണല്ലേ? ഏത് തരം വണ്ടികളാണ് വരാറുള്ളത് സാധാരണ? അതിനകത്ത് ടർബോ ഉള്ളത്, സ്റ്റാൻഡേർഡ് ടൈപ്പ്, ഈവൻ അംബാസഡറുകൾ ആണല്ലേ, മെഴ്സീസ് സീരീസ്, എസ് ക്ലാസ്, ഇ ക്ലാസ്, ഓട്ടോറിക്ഷ ആണല്ലേ, അങ്ങനെ പല സീരീസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈക്കുകൾ പലതും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും താഴെ മുതലുള്ള ബൈക്കും മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു ഹയാബുസ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? ഇതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് അങ്ങനെയല്ല പറയാം, ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് നാനോ പാർട്ടിക്കിൾസ് ആണ്. നാനോ പാർട്ടിക്കിൾസ് മാത്രമാണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? വലിയ ഇൻ്റർനാഷണൽ കമ്പനികളെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തലയുള്ളവനാണ് നമ്മുടെ മലയാളി. ആർക്കറിയാം കാര്യം? ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണെങ്കിൽ നമ്മുടെ നാട് എവിടെ എത്തും? അതാണ് ഏറ്റവും ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ സെയിൽ ചെയ്യുന്നുണ്ടല്ലേ സാധനം? പണ്ട് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വ്യവസായം നമ്മുടെ ഓട്ടോമോട്ടീവ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്, നമ്മളെ ഹെവി ഡ്യൂട്ടി മെഷീനറീസ് ഉണ്ടല്ലോ, അത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി മെഷീനറീസ്, മൈനിങ്, ഡ്രില്ലിങ്, അങ്ങനെയൊക്കെയുള്ള മെഷീനറീസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമർ ഇത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. പവർ ടൂൾസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, ജാക്ക് ഹാമറിൽ ഈ കല്ല് പൊട്ടിക്കുന്ന സാധനം അതിനകത്ത് യൂസ് ചെയ്തതിന് ശേഷം അത് ചുട്ട് പഴുക്കുമായിരുന്നു. അതിൻ്റെ മാൻഡലിൻ്റെ അവിടെ നന്നായിട്ട് ചുട്ട് പഴുക്കുമായിരുന്നു. അത് ആ പ്രശ്നം സോൾവ് ആയെന്നാണ് മൂപ്പില റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ആണല്ലേ? അതെ, നല്ല റിസൾട്ട് ഓറിയന്റഡ് ആണല്ലോ അല്ലേ? ഞാനിതെന്ന് പറയും, നമ്മളിത് വീഡിയോയിലോട് പറയുമ്പോൾ റിസൾട്ട് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ഓടിച്ചിട്ട് വണ്ടിക്ക് നല്ല സ്മൂത്ത് ഉണ്ടെന്നുള്ള ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഇത്രയും ഇദ്ദേഹത്തിൻ്റെ ഓയിൽ ഒഴിച്ച പല ആൾക്കാരും ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാകും. അവരൊക്കെ എന്തായാലും ഒന്ന് കമ്പനിയുണ്ട്. ഇനി ഒരു വണ്ടി കൂടെ ഒഴിക്കണത് നമ്മുടെ പ്രിയ സുഹൃത്ത് ഞാൻ നേരത്തെ പക്ഷേ അതെ, നിങ്ങളുടെ വണ്ടിക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താ? വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷമായി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഇത്രയും വർഷമായതിൻ്റെ ചെറിയൊരു ഇതുണ്ട്. നമുക്ക് ഓയിൽ ഒഴിക്കാം. എന്തായാലും നമ്മുടെ റഷാദിൻ്റെ വണ്ടിയിൽ നമ്മൾ ഈ ഓയിൽ ഒഴിക്കുകയാണ്. ഞാൻ പറയേ, നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് വീഡിയോയിൽ കൊണ്ടുവരാം, ഒരു സംശയമില്ല. അപ്പോൾ അതെ, എന്തായാലും നമ്മുടെ പ്രിയ സുഹൃത്ത് റഷാദിൻ്റെ വണ്ടിയിലേക്ക് ഒഴിക്കാനായിട്ട് പോവാം. ഒഴിച്ചോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷാദ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്മൂത്ത്നെസ് ഇല്ലായ്മ, മൈലേജിനൊക്കെ ഇപ്പോൾ ഒരു പരിഹാരം കേട്ടോ. നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 400ഓളം വണ്ടി കുഴിച്ചു കഴിഞ്ഞല്ലേ? തീരുമാനം ഉണ്ടാക്കിയതാണ്. അത് ഞങ്ങൾ 5 വർഷം, അതായത് 4.5 വർഷം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചിട്ടുള്ള വണ്ടി ഇപ്പോഴുണ്ട്. ആ മൂപ്പർക്കൊന്നും വരാൻ പറ്റില്ല. ആണല്ലേ?
ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എന്നെ കേൾപ്പിച്ചില്ലേ, ഇക്ക അതൊന്നും എടുത്തു തന്നു. ഒരാൾ ഇദ്ദേഹത്തിൻ്റെ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒഴിച്ചൊരാളുടെ ഒരു വാട്സപ്പ് മെസ്സേജ് കേൾപ്പിച്ചു തരാട്ടാ, അത് രസമായിരിക്കും. അതെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് പോയിട്ട് ഒരാൾ നമ്മുടെ ഫിറോസ് ബായിക്ക് അയച്ചു കൊടുത്തൊരു മെസ്സേജ് കേൾപ്പിക്കട്ടെ. ഫ്ലാഷ് അടിച്ചാൽ കണക്കണ്ട ഒരു കൂട്ടാ വണ്ടി നിൽക്കണില്ലാട്ട നിലത്ത് ഫ്ലാഷ് അടിച്ച് അടച്ചാനുണ്ടാ. ഇത് ഒരാൾ അയച്ച മെസ്സേജ് അല്ലേ, അതെന്തായിരുന്നു ആക്ച്വലി ഇത്? അല്ല, മൂപ്പര രാത്രി 2:30 എൻജോയ് ചെയ്യാൻ ഇറങ്ങിയതാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്ത് വണ്ടികളുണ്ടാവുമല്ലോ. മൂപ്പർക്ക് അത് ആ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ഇറങ്ങിയ ഒരു സീനാണ് കണ്ടത്. ആണല്ലേ? അപ്പോൾ അത് ആ സ്പീഡോമീറ്റർ കാണിക്കണ്ടായില്ല, ഫാസ്റ്റായിട്ട് പോവുകയും ചെയ്യണം, അതിന് കൂടെ തന്നെ വോയിസ് ഇട്ടേക്കുക. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഫിറോസ് ബായുടെ ഒരു പുതിയൊരു ഇന്നോവേഷൻ അല്ലോ. ഇപ്പോൾ 7 വർഷമായിട്ട് മോൻ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അവൻ്റെ പരിശ്രമത്തിന് പടച്ചവൻ പ്രതിഫലം കൊടുക്കണേ. അതിനാണ് എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഇതേപോലെ ഫിറോസ് ബായിനെ പോലെയുള്ള ഒരുപാട് ഇന്നോവേഷൻ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്. ഇതിനെന്താ പ്രൈസ് വരുന്നത്? ഇതൊരു 500 to 1000 റേഞ്ചിലാണ് വരുന്നത്. ആണല്ലേ? അപ്പോൾ ഇത് ചില വണ്ടികൾക്ക് ഈ ഒരു സംഭവം മാത്രം പോരാ, കംപ്രഷൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു അഡീഷണൽ അഡിറ്റീവും കൂടി വേണ്ടി വരും. പഴക്കമുള്ള വണ്ടികൾക്ക്, തേയ്മാനമുള്ള വണ്ടികൾക്ക്. ആണല്ലേ? ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മൾ ഒരുപാട് സഹായിക്കേണ്ട ശരിക്കും. ഓട്ടോറിക്ഷക്കാർ, ടാക്സിക്കാർ ഒരുപാട് സഹായിക്കേണ്ടത്. കാരണം ഒരുമാതിരിപ്പെട്ടവരെ മിക്കവർക്കും അതിനകത്ത് കംപ്രഷൻ്റെ പ്രശ്നമുണ്ട്, വലിവിൻ്റെ പ്രശ്നം, ഓവറായിട്ടുള്ള സ്മോക്ക്, പിന്നെ അങ്ങനെ കുറേ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു റിലാക്സ് എന്നുള്ള നിലക്ക് നമ്മുടെ ഈ കംപ്രഷൻ ബൂസ്റ്ററും നാനോ കൂടിയുള്ള കോമ്പിനേഷൻ കൊടുത്താൽ മതി, കൊടുത്തതാണ് ആവശ്യം. പലരും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു കേസ് വിളിച്ചു ചോദിച്ചിട്ട് വന്നായിരുന്നു, പ്രോബ്ലം തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കാണ് ജീത്തോ എന്ന് പറയുന്നൊരു ടാക്സിക്കാരനാണ്. അപ്പോൾ അയാൾ കുറേ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്, വലി തീരുണ്ടായിരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് എഞ്ചിൻ പണി ചെയ്ത ആളാണ്. അയാളുടെ പൈസ പുള്ളിയുടെ വലി കുറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ എഞ്ചിൻ വർക്കൊക്കെ കഴിഞ്ഞ് ആ എഞ്ചിനൊക്കെ ഒരു പിക്കപ്പ് ഇല്ല എന്നുള്ള ഈ സാധനം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വരും. ശരിക്കും ഐഡിയലി ഒരു എഞ്ചിൻ പണിതതിന് ശേഷം ഈ സാധനങ്ങൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ എഞ്ചിൻ പണിതതിൻ്റെ ആ എഫക്റ്റ് അവിടെ ലാസ്റ്റ് ചെയ്യും. ഇൻഡെഫിനിറ്റ് റിസർവേഷനാണ്. ആണല്ലേ? ഏറ്റവും ബെസ്റ്റ് അതാണ്. ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഒരു പക്ഷേ വേണ്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? വാട്സപ്പ് വഴി ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടുപേരും തിരക്കുള്ള. അതെ, വാട്സപ്പ് വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ നമ്മുടെ അവരൊക്കെ ഒന്ന് ക്ഷമിക്കുകയും കൂടി വേണം, ഒരാൾക്ക് ആൻസർ കൊടുക്കാനും. അതെ. അപ്പോൾ എന്തായാലും അത് വളരെ സന്തോഷം. ഫിറോസ്, നിങ്ങൾ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. മാഷാ അല്ലാ. ഇനിയും ഇതേപോലെ ഇന്നോവേഷൻസ് കണ്ടുപിടിച്ച് മലയാളി പുലിയാട എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് നിങ്ങളുടെ തലക്ക് ചർച്ച തന്നെ, അതാണ് ഏറ്റവും വേണ്ടത്. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്. വളരെ സന്തോഷം. ഉപ്പ വളരെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ വളരെ സന്തോഷം. മോൻ്റെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ, അവരെല്ലാവരും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.